ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ 10ലധികം ദിവസങ്ങളായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അന്യഭാഷാ സിനിമകളുടെ ഇതുൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ സൂര്യയുടെ റെട്രോ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ മാസത്തിലെ ആദ്യ ദിവസം മെയ് 1 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ റെട്രോ. 11 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട സിനിമയുടെ ഏറ്റവും പുതിയ വേൾഡ് വൈഡ് തമിഴ്നാട് കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം തമിഴ്നാട് ഗ്രോസ് 46-47 കോടി റേഞ്ചിലും വേൾഡ് വൈഡ് ഗ്രോസ് 92 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത സിനിമ 100 കോടി കളക്ഷൻ നേടിയെടുക്കാനായിട്ട് പെടാപ്പാടുപെടുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരുമെന്നാണ് ഇനി നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ. കാത്തിരിക്കൂ റെട്രോയുടെ ഫൈനൽ കളക്ഷൻ അറിയാനായിട്ട്. ടൂറിസ്റ്റ് ഫാമിലി റെട്രോയോടൊപ്പം ധൈര്യമായിട്ട് ക്ലാഷ് റിലീസ് വെച്ച മറ്റൊരു തമിഴ് സിനിമയാണല്ലോ ഇപ്പോഴത്തെ ചിത്രം വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 51 കോടി പിന്നിട്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ മാത്രം 38 കോടിയിലധികം ഗ്രോസ് നേടിയെടുത്ത സിനിമ കേരളത്തിൽ 90 ലക്ഷത്തോളം ഗ്രോസും നേടിയെടുത്ത് വിജയിച്ചിരിക്കുകയാണ്. ഇനി ബോളിവുഡിലേക്ക് വരികയാണെങ്കിൽ മെയ് 1 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഹിന്ദി സിനിമയാണല്ലോ റൈഡ് 2. അജയ് ദേവ്ഗൺ നായകനെ എത്തിയ സിനിമയും മികച്ചൊരു കളക്ഷൻ നേടിയെടുത്തിരിക്കുകയാണ്. 124 കോടിയിൽ പരം 11 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നെറ്റ് കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 168 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അവസാനമായിട്ട് 2 മലയാളം സിനിമകളിലേക്ക് വരികയാണെങ്കിൽ സർക്കിട്ട് എന്ന സിനിമയ്ക്ക് പ്രതീക്ഷിച്ച പോലെ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ച നല്ല രീതിയിൽ കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുന്നു. ഇന്ന് 9 ലക്ഷത്തിൽ പരം രൂപ മാത്രം കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ന് 20 ലക്ഷത്തോളം രൂപയെ കേരള ഗ്രോസ് ആയിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 1 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. പടക്കളം എന്ന സിനിമയ്ക്ക് ഇന്ന് സർക്കിട്ടിനേക്കാൾ വളരെ മികച്ച ട്രെൻഡ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് ഗ്രോസ് 23 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് കേരളത്തിൽ 50 ലക്ഷത്തോളം ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 2 കോടി 50 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് നേടിയെടുക്കുന്നതാണ്. ഈ സർക്കിട്ടിന്റെയും പടക്കളത്തിന്റെയും കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ലഭ്യമല്ല. അതുകൂടി അറിയുവാനായിട്ട് പ്രേക്ഷകർ അടുത്ത ദിവസങ്ങളിൽ കാത്തിരിക്കൂ.